ഇന്ന് നമ്മുടെ ഹാർഡി ടൈപ്പ് വാട്ടർ ലില്ലിയുടെ പോട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എൻ്റെ കൊളറാഡോ, പീച്ച് കൊളറാഡോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് ഒരു വർഷത്തിന് മേലായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. അറിയാമല്ലോ, ഹാർഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ വളരെ കുറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആയിരിക്കും. പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. അതാണ് നമ്മളിത് മെയിനായിട്ട് നട്ടു വളർത്താനുള്ള ഒരു കാര്യം. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പൂവുണ്ടാകുന്ന ടൈപ്പാണ്. പക്ഷേ വലിയ താരതമ്യേന ഹാർഡിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭംഗി കുറവുള്ള പൂക്കളായിരിക്കും. അപ്പോൾ അതാണ് വ്യത്യാസം. പക്ഷേ ഈ ഹൾദി ഭയങ്കര ബുദ്ധിമുട്ടാണ് പൂവുണ്ടാവാൻ. ഉണ്ടായിക്കഴിഞ്ഞാലും 1 2 പൂവൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടൊന്നും പൂക്കൾ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വളവും ഒരുപാട് കൂടുതൽ കൊടുത്താൽ മാത്രമേ പൂക്കളുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെയൊന്ന് റിപ്പോർട്ട് ചെയ്യുവാണ്. ഇത് ഒത്തിരി തൈ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് കുറേ പൂക്കളൊക്കെ കിട്ടി. പിന്നെ ഞാനും ശ്രദ്ധിച്ചില്ല. കാരണം ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കണ്ടോ, വലിയ മദർ പ്ലാന്റ്. ഇതിൻ്റെ ബൾബ് എന്ന് പറയുന്നത് ഒരുപാട് വലിയതാവുന്ന ടൈപ്പാണ് ഈ കൊളറാഡോ. അതുപോലെ നമുക്ക് ഒരുപാട് തൈകളും കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഇല്ല, ഞാൻ പൂവൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ പീച്ച് കൊളറാഡോ. നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ഒരു പീച്ച് കളറിൽ ഒത്തിരി പെറ്റൽസ് ഉള്ള ടൈപ്പാണ്. ഇപ്പം ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് തൈയുണ്ട് കേട്ടോ. ഇതിലൊരു പ്ലാന്റ് മാത്രമേ ഞാനിപ്പം നടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം നമുക്ക് പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് നടാം എന്നുള്ള കാര്യം. അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വേണ്ടാത്ത വേരൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പോൾ കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒരു 5-6 പ്ലാന്റ്സിൽ കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ബൾബ് ഉണ്ടായിരിക്കും. അത് കുറച്ച് വലിപ്പമുള്ളതായിരിക്കും കണ്ടോ. ഒരു കറുത്ത കളറിൽ നല്ല വലിപ്പമുള്ളൊരു ബൾബുണ്ട്. അപ്പോൾ അത് വെറുതെ ഇട്ടാൽ തന്നെ ഇങ്ങനെ തൈകൾ ഉണ്ടായി വരും. വെള്ളത്തിൽ ചുമ്മാ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഒത്തിരി തൈകൾ കിട്ടും. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിൽ കുറേ തൈകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം പ്ലാന്റ് ചെയ്തിട്ട് 1-2 എണ്ണം പ്ലാന്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സെയിൽ ചെയ്യുകയോ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ പൂവ് ഉണ്ടാകാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അത് പോട്ടിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം പൂക്കളൊക്കെ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഈ കൊളറാഡോ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ കണ്ടോ ബൾബും കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ബൾബും ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ പോട്ടിംഗ് ഒന്ന് കാണിച്ചു തരാം. തൈകൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. നമുക്ക് 1 2 3 4 5 6 തൈയോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് കേട്ടോ. ഇതിൽ നിന്നാണ് ഇത്രയും തൈ ഉണ്ടായത്. പിന്നെ ഈ മദർ പ്ലാന്റിൻ്റെ ബൾബ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വെറുതെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പുതിയ തൈകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പോട്ടിങ്ങിന് ഞാനിപ്പോൾ ഒരു ചെറിയ ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ മദർ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത ബൾബ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ. നോർമലി ഈ കൊളറാഡോ എന്ന് പറയുന്ന വെറൈറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. ഫംഗൽ ഇൻഫെക്ഷനോ ചീഞ്ഞ് പോലോ ഒന്നും ഉണ്ടാവാത്തൊരു വെറൈറ്റിയാണ് എൻ്റെ അനുഭവത്തിൽ. പക്ഷേ എന്നാലും ഞാൻ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി നമ്മുടെ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ പോട്ടോ ബേസനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ കൊടുക്കണം കേട്ടോ. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉണങ്ങി പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം ആണ് എടുത്തേക്കുന്നത്. ചാണകപ്പൊടി എടുത്താലും മതി, നമുക്കതുള്ളതുകൊണ്ട് നമ്മൾ ഇതെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതും ഒരു പകുതിക്ക് താഴെ വരെ നമുക്കിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാണ് മെയിൻ പോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. മണ്ണെന്ന് പറഞ്ഞാൽ ചുമന്ന മണ്ണാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇവിടെ അത് കിട്ടാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ നോർമൽ മണ്ണ് തന്നെ കിളച്ച് ഇടുവാണ്. പക്ഷേ ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടവും മസ്റ്റാണ് കേട്ടോ. അങ്ങനെ പോട്ട് ചെയ്താലേ നമുക്ക് പൂവ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ചാൻസ് കുറവാണ്. അറിയാമല്ലോ, ഹാർഡി വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുമന്ന മണ്ണ് കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഏതൊരു ആമ്പലും താമരയും വാട്ടർ പ്ലാന്റ്സും ആയാലും ചുമന്ന മണ്ണായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മുകൾ ഭാഗം മണ്ണ് മാത്രം ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. താഴോട്ട് പോകണ്ട. കാരണം മറ്റേ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ആവണ്ട. അത് സാവധാനം ഇത് വളർന്ന് താഴെ ഇറങ്ങിയിട്ട് വേര് ചെന്ന് വലിച്ചെടുത്തോളൂ. അപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നമ്മൾ നടുന്ന സമയത്ത് ഈ ചട്ടിയുടെ വക്കത്തോട്ട് ചേർത്ത് വേണം നടാൻ. നടുക്കൊണ്ട് നടരുത്. കാരണം ചട്ടിയുടെ വക്കത്ത് സൈഡ് നട്ട് കഴിയുമ്പം ഈ പ്ലാന്റിനൊരു തോന്നലുണ്ടാവും, ഇനി എനിക്ക് വളരാൻ കൂടുതൽ സ്ഥലം ഇവിടെ ഇല്ല, അപ്പോൾ എൻ്റെ ലൈഫ് സൈക്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് പൂവുണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ നട്ട് കൊടുക്കുക.
പിന്നെ കുറച്ച് അസോളയോ എന്തെങ്കിലും പായലോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വളം അത് വലിച്ചെടുത്തോളും. അപ്പോൾ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ബൾബ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഞാൻ ഇത് 2 ദിവസമായുള്ളൂ എടുത്തിട്ട് കേട്ടോ. അപ്പോഴത്തേന് തന്നെ ഇതിനകത്ത് 2, 3 ചെറിയ സ്പ്രൗട്ട്സ് വരുന്നുണ്ട്. അതുപോലെ ഇത് നിറയെ വരും കേട്ടോ. ഇത് നമ്മൾ വെറുതെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ സ്പ്രൗട്ട്സ് ഉണ്ടാവും. നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സ്പ്രൗട്ട്സ് ഒന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് കളയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.